ഹായ് ശ്രീശാലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞങ്ങൾ കൊളറാഡോ യാത്ര പോയതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഞങ്ങൾ അവിടെ പൈക്സ് പീക്കിലേക്ക് പോയൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ നല്ല അഡ്വഞ്ചറസ് യാത്രയായിരുന്നു, നല്ല ഹൈറ്റിലായിരുന്നു. പീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് 14,115 ഫീറ്റ് ഹൈറ്റിലുള്ള ഒരു സ്ഥലമാണ്. അതിനുള്ള യാത്ര നല്ല അഡ്വഞ്ചറസ് ആയിരുന്നു. കാരണം ഒരു സൈഡിലാണെങ്കിൽ അവരതൊന്നും കിട്ടാതെ നമ്മളെ സൈഡിൽ കൂടെ തന്നെ നേരെ നിലത്ത് വീണൊക്കെ എന്ന രീതിയിലായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. അപ്പം അതിൻ്റെ ചെറിയ ടെൻഷനൊക്കെ ആയിട്ടാണ് വണ്ടി ഓടിച്ച് കയറ്റിയത്. ഈ യാത്ര കാർ ഓടിച്ച് പോകാൻ നല്ല രസമുള്ള ഒരു റൂട്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഈ റൂട്ട്. പല സ്ഥലങ്ങളിൽ നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ മെൻഹാട്ടൻ കൻസസിലേക്ക് തന്നെ തിരിച്ചു വന്നു പിറ്റത്തെ ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. ലാസ്റ്റ് കൊളറാഡോ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ ശരി, നിങ്ങൾ ഗാർഡൻ ഓഫ് ഗോഡ്സിന് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ നേരെ പോണത് പൈക്സ് പീക്കിലേക്കാണ് പോണത്. തണുപ്പുണ്ടാവും, ചിലപ്പോൾ സ്നോ ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ തിരിച്ചു വരുമ്പോൾ സ്പോർട്സ് മോഡിൽ വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ലോ ഗിയറിൽ വരാനാണ് പറഞ്ഞേക്കണം ഇറക്കുമ്പോൾ. ഇവിടുന്ന് ഇനി നമുക്കൊരു 44 മിനിറ്റ് കൂടി മുകളിലേക്ക് കയറാണ്ട് കേട്ടോ. മൊത്തം കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. പാസ് ചെയ്തത് ഈ ക്രിസ്റ്റൽ റിസർവോയർ ആണ്. അവിടെ നല്ല പ്രകാശം, ലെഫ്റ്റിൽ നമുക്ക് തണല്. കെയർഫുള്ളായി പോണം. എന്റെ കയ്യിൽ സ്റ്റിയറിംഗ് തെറ്റി തീർന്നു. മക്കളെ രക്ഷയില്ല കേട്ടാ, പേടിയാവുന്നുണ്ട്. സൈഡിലൊന്നുമില്ല, അത്ര ഹൈറ്റില്. ഞാൻ കുറച്ച് ലെഫ്റ്റ് ചേർന്നിട്ടാ പോണേ. ഇതൊന്നും അഡ്വഞ്ചറസ് ട്രിപ്പായി പോയല്ല. അഡ്വഞ്ചറസ് കാറ്റം കയറിയിട്ട് നമ്മൾ എത്തി ഇവിടെ. ഓ അടിപൊളി അടിപൊളി, എത്ര ഹൈറ്റിലറിയാങ്ങള്. ദൈവമേ, ട്രെയിൻ അടിപൊളി. എന്താ പറയാ, നല്ല തണുത്തിട്ട് ഇവിടെ ചിലപ്പോൾ സ്നോ ഒക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇന്നും നാളെയൊക്കെ ആയിട്ട് സ്നോ കാണാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു. കണ്ടു. ട്രെയിനൊരു രക്ഷയില്ല. അടുത്ത് നിന്ന് മോളിക്ക് ഇപ്പം നമ്മൾ കാർ ഓടിച്ച് വന്നില്ല, അതൊക്കെ ഇതേപോലെ ട്രെയിനിൽ വരായിരുന്നു കേട്ടോ. നമുക്ക് അത് വേറെ അനുഭവമായി തന്നെ, അടിപൊളിയായി തന്നെ.
ഒരു രക്ഷയില്ല. നമുക്ക് അങ്ങോട്ട് നടന്നാലോ അല്ലേ? അവിടേക്ക് നടക്കാം. എന്താ ലൈക്ക് സ്പീക്ക്. നമ്മൾ അത്ര ഹൈറ്റിലാട്ടാ. എനിക്ക് ഓടിക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ. സൈഡിൽ ഇതില്ലാത്തതുകൊണ്ടേ കുത്തനെയുള്ള കയറ്റങ്ങൾ കാണുമ്പോൾ പേടിയാ. ഇനി ഇറക്കാവും അടിപൊളി. ഇതിനും ടെൻഷനൊന്നുമല്ല, ഒരു അഡ്വഞ്ചറസ് ഫീലിംഗ്. ഇത് ഇത്രയും വണ്ടികളുണ്ടല്ലേ, നിറഞ്ഞുണ്ട്. ഇത് ജസ്റ്റ് ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. മോൾ ഭാഗത്ത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ നടക്കാം, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. വ്യൂസ് കിട്ടും. അടിപൊളിയല്ലേ? ഇവിടെ ഇതുണ്ട് കേട്ടോ, റെസ്റ്റോറൻറ്റ് ഉണ്ട്. എന്താണ് ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും എടുക്കണം. ഉടനെ ഇതിന് പർച്ചേസ് റെസ്റ്റ് റൂം. ആഡ് യുവർ ഷിഫ്റ്റ് മാപ്പ്. ചിലപ്പോൾ ഇങ്ങനെ ഇത് വരും മാപ്പിൽ, നമുക്ക് പേര് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് കയറാം. ഷോപ്പിൽ കയറിയിട്ടേ ഇത് മുകളിൽ കയറി പിന്നെ ആ വഴിക്കാണ്ട് പോവാലോ. ആയ് നല്ല വരെ $199 അതിന് $89 അതിന്. അമ്മേ ഇതൊരു കീ ചെയിൻ നമ്മൾ എടുത്തുട്ടോ. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും എടുക്കണമല്ലോ. ഇത് മതിയില്ല. എലവേഷൻ എത്രയാണ് പ്രത്യേകത? എന്താ എലവേഷൻ 14,000 ഇതെടുത്തുട്ടോ നമ്മള്. ഓക്കെ, നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചായ വാങ്ങണ? ഹോട്ട് കോഫി വാങ്ങിയല്ലോ. തണുപ്പ്. ആമി വേഗം ഇവിടുന്ന് പോയിട്ട് കടിയിൽ പോയിട്ട് നമുക്ക് വാങ്ങിത്തരാം. എന്തായാലും മരത്തിൻ്റെ അടിയിലൊക്കെ നമുക്ക് റെയിൽവേ ട്രാക്ക് കേട്ടാ. ട്രെയിൻ ഇങ്ങനെ അടിപൊളി അഡ്വഞ്ചറസ് ട്രിപ്പ് ആവട്ടെ അവിടെ. അഡ്വഞ്ചറസ് യാത്ര വിട്ടോ ട്രെയിനിൽ വരച്ച് നമ്മളിപ്പോ സൂപ്പറായിട്ട്. അല്ല ട്രാക്ക് കുത്തനായിട്ട് അടിയില്ലേ. അടിക്ക് പോവാണ്. ഇവിടെ ഞങ്ങളൊരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഇനി പോവാ. ഇതുവഴി തിരിച്ച് എക്സിറ്റ്
നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഞങ്ങളൊരു 3/4 മണിക്കൂർ കൂടെ ചിലവാക്കി. ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ്. ഇത് വന്നില്ലെങ്കിൽ വലിയൊരു മിസ്സായനെ. വണ്ടി ഓടിക്കുന്നതാണ്. നോക്കി അവിടെ അപ്പുറത്ത് കാണുമ്പോ എന്താ കൊക്ക. ഒരു വണ്ടി കയറത് എന്താ മര വണ്ടി. നിർത്തിയിട്ടവിടെ ഇവിടെ വണ്ടി നമ്മൾ നിർത്തിയിട്ടുണ്ട്. രക്ഷയില്ല കേട്ടോ. അവിടുത്തെ ഒരു വ്യൂ കണ്ട പുറത്ത് നിർത്തിയതാ. നോക്കിന്റെ ഭംഗി. ല്ല സ്ഥലത്തും കൂടി ഇറങ്ങി. നല്ല ഭംഗിയുള്ള സ്ഥലമായി തോന്നി. നല്ല ഭംഗിയുള്ള മരങ്ങള്. ഇവിടെ ഒന്നും നിർത്തില്ല. കുറെ പാർക്ക് ചെയ്യുക, ആൾക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യണപ്പോൾ നമ്മൾ നിർത്തി വണ്ടി. ഈ സ്ഥലം ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇരിക്കാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. റെസ്റ്റ് റൂമുണ്ട്, ഒരു ബാത്റൂമുണ്ട് അവിടെ. ടോയ്ലറ്റ് സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. 6 feet എനിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇങ്ങോട്ട് നടക്കാണ്ടാവും കേട്ടോ. ഞാൻ പോകണില്ല. ഇപ്പോൾ ആമി ഇറങ്ങിപ്പോയി. ഞാൻ എനിക്ക് പോകണില്ല. തിരിച്ച് കയറിക്കും കേട്ടോ. ഹോട്ടലിലേക്ക് പോകണം. നേരെ 26 മിനിറ്റ് ഹോട്ടലിലേക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഹൈവേയിൽ കയറി ഹോട്ടലിലെത്താൻ 7 മിനിറ്റ് കൂടിയുള്ളൂ. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. അക്കാദമി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ്. അടിപൊളി ഹോട്ടലാണ് കാണുമ്പോൾ. അങ്ങനെ വിളിയില്ല അറിയില്ല. നൈറ്റ് സാസം ദേ ഓപ്പോസിറ്റ് നോക്കൂ, അറബൻ തന്തൂർ, നമ്മുടെ ഇന്ത്യൻ ഫുഡ്. അത് തകർത്തു. ക്രോസ് ചെയ്താൽ ഇന്ത്യൻ ഭക്ഷണം കിട്ടും. അത് പൊരിച്ചു, എനിക്ക് ഇഷ്ടമായി. നമ്മുടെ ഹോട്ടലെത്തി. ഇത് മുകളിലത്തേലല്ല. ഓ ഞാൻ പിടിക്കാം നാമി. നടന്നോ എന്താ പിടിക്കണ മിട്ടിക്ക്. ഇതാണല്ലേ 53. നിങ്ങളുടെ 50 പോലെ തന്നെ. ഇവിടെ കുറച്ചുകൂടി വ്യൂ ആണല്ലോ. ഓ അടിപൊളി. ഞാൻ ഉറക്കത്തിലായതോ. ഹലോ, ഇവിടുത്തെ ഇങ്ങനെ ആക്സസ് ഉണ്ട് അല്ലേ? കൊള്ളാലോ, അടിപൊളി റൂമാണല്ലോ. ഇത് ബെസ്റ്റ് റൂമായി. നമുക്ക് അപ്പുറത്തെ റൂം ജോസ്കോന്റെ റൂമിലേക്ക് ആക്സസ് ഉണ്ട്. ഉള്ളിന്ന് ഇവിടുന്ന് ഓട്ടോ വ്യൂ. ഇവിടുന്ന് വ്യൂ ഉണ്ട്. അടിപൊളി വ്യൂ. അടിപൊളി റൂം അല്ലേ? ബെസ്റ്റ് റൂം. എനിക്ക് ഇഷ്ടമായി. ഇവിടെ 2 ദിവസം മതിയായിരുന്നു അല്ലേ? അടിപൊളി. ബാത്റൂം ഓട്ടോ കൊടുത്ത ഇതന്നെ ഇല്ല. ബാത്റൂം മറ്റേതായിരുന്നു നല്ലതായിട്ടാ. ബാത്റൂമിന്റെ കേസിൽ അവിടെ ഇരുന്നല്ലേ വ്യൂ അല്ലേ? ഞാൻ കാണിച്ചെടുത്തു. 6:35. എന്തെങ്കിലും ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. പക്ഷേ ഞങ്ങൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടി ഇതൊക്കെ കഴിഞ്ഞു. ഇന്ന് വിശ്രമം. നാളെ തിരിച്ച് മാൻഹാട്ടനിലേക്ക് പോകും.
ബ്രേക്ക്ഫാസ്റ്റ് പിറ്റേ ദിവസം 8:24 മോർണിംഗ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. ഇവിടെ തന്നെ ഹോട്ടലിൽ തന്നെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ്, നമുക്ക് ഫ്രീ ആണ്. ഞാനൊരു ഓംലെറ്റും ബ്രെഡും എടുത്തിട്ടുണ്ട്. ആമിക്കുട്ടി ഒരു ബ്രെഡും കഴിക്കുന്നുണ്ട്, അവിടെ ചോക്ലേറ്റ് മിൽക്ക് കഴിക്കണാമി കഴിക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തിരിച്ചു പോവാം റൂമിലേക്ക്. ട്രെയിൻ ചെക്കൗട്ട് ചെയ്യണം. ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇവിടെ പറഞ്ഞു. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നല്ല ഹോട്ടലാണ്, നല്ല സൗകര്യങ്ങളുള്ള അടിപൊളി ഹോട്ടലാണ്. ഞങ്ങളുടെ ട്രിപ്പെല്ലാം അവസാനിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ ഹോട്ടല് ഇന്നലെ വന്നായിരുന്നു ഇവിടെ. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ജോസ്കോടെ കീ കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ അവിടേക്ക്. അപ്പോൾ നമ്മുടെ ട്രിപ്പൊക്കെ അവസാനിച്ചു. ആകെ 5 മണിക്കൂർ 24 മിനിറ്റാണ് എനിക്ക് കാണിക്കണേ. 5:13 എത്തുമെന്ന് പറയണു. പക്ഷെ ഞങ്ങൾ നിർത്തിണ്ടാവും. അപ്പോൾ ഒരു 3 മണിക്കൂർ കൂടി വൈകിട്ട് ഞങ്ങൾ എത്തുള്ളൂ. എന്തായാലും 8 മണിയാകുമ്പോൾ അവർക്ക് എത്തുന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ഒറ്റ സ്ട്രെച്ചാണ് 378 മൈൽ ഒറ്റയടിക്ക് നമ്മുടെ മെൻഹാട്ടലിലെ തിരുവായി. ഡയറക്റ്റ് 378 മൈലാണ് ഇനി പോളെ. നമ്മൾ വരുമ്പോൾ കണ്ട നമ്മുടെ കാറ്റാടി ഞങ്ങൾ വീണ്ടും കണ്ടു തുടങ്ങി. പെട്രോളൊക്കെ അടിച്ചു. ഭക്ഷണം കഴിക്കാൻ ക്യൂഡോബേ വന്നേക്കാണ്. ആമിക്കുട്ടി കുറേ ദിവസമായി പറയുന്നത് അവൾക്ക് മെക്ഡി ഇടയിൽ വന്ന് വീണ്ടും നിർത്തി വേണ്ടി. എന്താ വാങ്ങാനടി? ഹാപ്പി മീൽ. നമ്മുടെ ഭക്ഷണം എത്തി. ആമിയുടെ ഹാപ്പി മീൽ എടുക്ക. നമുക്കെന്താ എന്താ സാധനം? നോക്കാം. ഹാപ്പി മീലാണ് എനിക്ക് കാണേണ്ടത്. എനിക്ക് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമാണ്. എന്താ ഗിഫ്റ്റ്? നമുക്ക് ആമിക്ക് ഒരു ചോക്ലേറ്റ് മിൽക്ക് വാങ്ങി നമ്മളൊരു ബർഗർ വാങ്ങിയിട്ട് നമ്മുടെ ബർഗർ കിട്ടി. സൂപ്പർ ബർഗറും കിട്ടി. അടിപൊളി ഉണ്ട് കേട്ടോ. അതിനെന്താ പേര് പരിപാടി? നോക്കാടെ. നല്ല രസമുണ്ട്. ക്യാപ്പിച്ചിനോ കോഫിയില് ഐസ്ക്രീം ഇട്ടിട്ട് ചോക്ലേറ്റ് ഇട്ടിട്ട്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് അവസാനിക്കുകയായി. നമ്മൾ ഏകദേശം എത്താറായി. 39 മിനിറ്റ് കാണിക്കണല്ലോ. നീ 7:59 എത്തുമ്പോൾ 7:14 മോർണിംഗ് അല്ല കേട്ടാ, രാത്രിയാണ്. രാത്രി 7:14. അങ്ങനെ നമ്മളിത് ഒന്ന് വണ്ടി എന്തായാലും എത്തിയതല്ലേ, വണ്ടി ഒന്ന് കഴുകിയിട്ട് പോവാം. ഇപ്പൊ ഇത്രയും ഓടിയതല്ലേ, വണ്ടിയിലെ ചില്ലും ഒക്കെ കലമ്പാ. ഇവിടെ ഒരു കാർ വാഷ് ഉണ്ട്. ഇത് അടിപൊളി ഓട്ടോമാറ്റിക്കുള്ള കാർ വാഷ് കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക്. ആപ്പ് കയറി നമ്മൾ ഓൾറെഡി ആപ്പിലൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവര് അപ്രൂവ്ഡ് ആവോ? അപ്രൂവ്ഡ് ആക്കി. ഇത്രേ ഉള്ളു പരിപാടി. എന്നിട്ട് നമ്മളിങ്ങനെ കയറി നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ എടുക്കുക. നമ്മള് ഫുൾ ഇതാ എടുത്തേക്കണേ. ഇത് ഓരോ സ്റ്റെപ്പുകളായിട്ട് ചെയ്യണം കേട്ടാ. ആദ്യം വെള്ളം വീണ്ട്, പിന്നെ അടുത്ത സെക്ഷൻ വളരെ പതുക്കെ വീണല്ലേ. എല്ലാം കഴുകലാണ്. തുടക്കിണ്ട്, തിളച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ന്യൂട്രലിട്ടാൽ മതി കേട്ടോ. ജസ്റ്റ് വണ്ടി ന്യൂട്രലിടുക.
ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് വെള്ളം ക്ലീൻ ആക്കണു, സോപ്പ് കഴുകലൊക്കെ കഴിഞ്ഞു. അതിന് ഓരോ ഫങ്ഷൻസ് നടക്കുന്നുണ്ടാ. നമുക്ക് കാശ് അനുസരിച്ച് നമ്മുടെ പ്രീമിയം അനുസരിച്ച് നമ്മൾ ഏതെടുത്തേക്കണതിനനുസരിച്ച് ഓരോന്ന് വർക്ക് ചെയ്യും. നമ്മളിപ്പോൾ ഫുൾ ഓപ്ഷൻ എടുത്തേക്കണം, ഫുൾ എടുത്തേക്കണേ. അപ്പോൾ എല്ലാം ചെയ്യുമ്പോൾ ടയർ ക്ലീനിങ്ങിൻ്റെ അടുത്തേക്ക് പോകണം. ഇപ്പോൾ തുടയ്ക്കും നമ്മൾ വണ്ടി, മുകളിൽ വാക്കും നടക്കുന്നുണ്ട്, സൈഡിൽ തുടയ്ക്കും, പിന്നെ അടിയിൽ ടയർ ക്ലീൻ ചെയ്യും. അവിടെ എഴുതിക്കുന്നുണ്ട് പ്രിപ്പയർ ടാക്സി. ഇപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് വണ്ടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ വണ്ടി ഗിയറിലിടുക. വണ്ടി ഗിയർ എടുത്തിട്ട് കഴിഞ്ഞു. ഇപ്പം എത്ര എടുത്തിട്ടുണ്ടാവും? ഒരു മിനിറ്റ് പോലും എടുത്തിട്ടുണ്ടാവില്ല. ഒരു മിനിറ്റ് കൊണ്ട് വണ്ടി വാഷ് ചെയ്ത് കിട്ടി. ഇനി അവിടെ വാക്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ റൈറ്റിൽ വാക്യൂം ഫ്രീ ആണ്. നമ്മൾ പോണില്ലേ വാക്യൂമത്തിന്, പിന്നെ വരാം. ഇതിപ്പോൾ അടയ്ക്കാറായി, 8 മണിക്ക് അടയ്ക്കും. ഇപ്പോൾ രാത്രി 8 മണിക്ക് അടയ്ക്കാം. അതുകൊണ്ട് ഞങ്ങള് വണ്ടി ഒന്ന് കഴുകി. ഇപ്പൊ ചില്ലൊക്കെ അടിപൊളിയായി അല്ലേ? അത് പക്ക ക്ലീൻ ആയി. ഇത് നല്ല പരിപാടി കേട്ടോ. ശരിക്ക് 1 മിനിറ്റ് കൊണ്ട് വണ്ടി കഴുകി കഴിഞ്ഞാൽ മൊത്തം യൂണിറ്റ് കാണിച്ചിട്ട് യൂണിറ്റുകൾ മൊത്തം നടന്നാണ്. അടിപൊളി പരിപാടി കേട്ടോ. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു, ആൾക്കാർക്ക് സമയം നഷ്ടമില്ല. അപ്പൊ ഞങ്ങള് വീടെത്തി, നമ്മുടെ സ്വന്തം സ്ഥലമായി. ഇത് ജസ്റ്റ് 1 മിനിറ്റ് 2 മിനിറ്റ് ഉള്ളൂ. യാത്ര ഉണ്ടായമല്ലേ? തകർത്തില്ലേ? ആമി അവിടെ ഇറങ്ങ വണ്ടി ഒന്ന് കഴുകിയപ്പോളേ വണ്ടി എല്ലാം ക്ലീൻ ആയിട്ടാ. നമ്മളതൊന്ന് ക്ലീൻ ചെയ്ത് വന്നാൽ 8 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഞങ്ങൾ എത്തിയപ്പോഴേക്കും അടച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേഗം ആയിരുന്നു. തൊട്ടടുത്ത് ഇടുവണ്ടി ഇരിക്കണ്ട കേട്ടോ. അങ്ങനെ വണ്ടി നല്ല ക്ലീൻ ആയിട്ട്. മുമ്പ് ഈ യാത്ര ചെയ്യുമ്പോഴേ ഇതിൻ്റെയൊക്കെ പാറ്റകളുടെയൊക്കെ കന്നിട്ട് ഇവിടെ ആകെ ഒട്ടിപ്പിടിച്ചൊക്കെയായിരുന്നു സ്ക്രീൻ. അപ്പോൾ ഇപ്പോഴും ഇവിടുത്തെ പോയിട്ടില്ല കേട്ടോ. ഇവിടെ ഉണ്ട് കുറച്ച്. ഇത് നമ്മൾ തന്നെ കൈകൊണ്ടേണ്ടി വരും. ഇവിടെ കുറച്ചുണ്ട്. അതൊക്കെ അത്യാവശ്യം എല്ലാം ക്ലീനായി. ഇരിക്കുമല്ല അയ്യാ എൻ്റെ എന്താ അത് പിടിച്ചോ അതിലിട്ടോ. പെൻസിലാ. അപ്പം ശരി.